ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പ്രവീണ പ്രകാശ്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ഊർജ്ജ മേഖലയിലെ വിപ്ലവകരമായ മാറ്റങ്ങൾ സ്വയം പര്യാപ്തതയ്ക്കും തൊഴിലവസരങ്ങൾക്കും വഴിതെളിക്കുമെന്ന് പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഡൽഹിയിൽ പ്രക്ഷോഭം നടത്തുന്ന കർഷകരുമായി കേന്ദ്രം നാളെ വീണ്ടും ചർച്ച നടത്തും. ആഗോളതലത്തിൽ കോവിഡ് മരണനിരക്ക് കുറഞ്ഞ രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ തുടരുന്നു. ബുറേവി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ കേരള തമിഴ്നാട് തീരങ്ങളിൽ കനത്ത ജാഗ്രത. മൂന്നാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് 303 റൺസ് വിജയലക്ഷ്യം. ISL ഫുട്ബോളിൽ ഇന്ന് ഹൈദരാബാദ് ജംഷഡ്പൂർ പോരാട്ടം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ഊർജ്ജ മേഖലയിൽ ഉണ്ടാകുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ സ്വയം പര്യാപ്തതയിലേക്കും വലിയ തോതിലുള്ള തൊഴിലവസരങ്ങളിലേക്കും വഴി തുറക്കുമെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സുസ്ഥിര ഊർജ്ജ ഉപഭോഗം ലക്ഷ്യമിട്ട് 2030ഓടെ പ്രാഥമിക ഊർജ്ജ മേഖലയുടെ 15% പ്രകൃതിവാതകത്തിൽ നിന്ന് കണ്ടെത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വീഡിയോ കോൺഫറൻസിലൂടെ 5 CNG കേന്ദ്രങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ പാരിസ്ഥിതിക മലിനീകരണ തോത് കുറയ്ക്കാനും ഇത് സഹായിക്കും. പ്രകൃതിവാതക ഉപഭോഗം കൂട്ടുന്നത് ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നതിലും ഇവയുടെ ഇറക്കുമതി കുറയ്ക്കുന്നതിലും സഹായകരമാകുമെന്ന് ശ്രീ പ്രധാൻ വ്യക്തമാക്കി. ഡൽഹിയിൽ പ്രതിഷേധം നടത്തുന്ന പഞ്ചാബിൽ നിന്നുള്ള കർഷകരുമായി കേന്ദ്ര സർക്കാർ നാളെ വീണ്ടും ചർച്ച നടത്തും. കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും അവരുടെ ക്ഷേമത്തിന് തുറന്ന ചർച്ചയ്ക്കും കേന്ദ്രം പ്രതിജ്ഞാബദ്ധമാണെന്ന് കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ ട്വിറ്ററിൽ കുറിച്ചു. പ്രക്ഷോഭം അവസാനിപ്പിച്ച് ചർച്ചകൾക്കായി മുന്നോട്ട് വരണമെന്നും കൃഷിമന്ത്രി കർഷകരോട് അഭ്യർത്ഥിച്ചു. ഇന്നലെ ഡൽഹിയിൽ ചേർന്ന ചർച്ചയിൽ തീരുമാനമാകാത്തതിനെ തുടർന്നാണ് വീണ്ടും ചർച്ച നടത്തുന്നത്. ശ്രീ നരേന്ദ്രസിംഗ് തോമർ, വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ, സഹമന്ത്രി സോം പ്രകാശ് എന്നിവരാണ് സമരം നടത്തുന്ന കർഷകരുടെ പ്രതിനിധികളുമായി ചർച്ച നടത്തിയത്. ആഗോളതലത്തിൽ കോവിഡ് മരണനിരക്ക് കുറഞ്ഞ രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ തുടരുന്നു. 1.45% രാജ്യത്തെ മരണനിരക്ക്. കോവിഡ് വ്യാപനം തടയുന്നത് ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സംസ്ഥാന നടപടികളുടെ ഫലമായി പ്രതിദിന കേസുകൾ 50,000-ൽ താഴെയായി നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. നിലവിൽ 4,28,000-ഓളം പേർ മാത്രമാണ് ചികിത്സയിലുള്ളത്. അതോടൊപ്പം രാജ്യത്തെ പ്രതിദിന കോവിഡ് മുക്തി നിരക്കും വർദ്ധിച്ചുവരികയാണ്. രോഗമുക്തി നിരക്ക് 94.03%. ഇതുവരെ 90 ലക്ഷത്തോളം പേരാണ് രോഗമുക്തി നേടിയത്. ദിവസേന 10 ലക്ഷത്തിലധികം കോവിഡ് പരിശോധനകളാണ് രാജ്യത്ത് നടത്തുന്നത്. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പരിശോധിച്ചത് 11 ലക്ഷത്തോളം സാമ്പിളുകൾ. ഇതോടെ ആകെ കോവിഡ് പരിശോധനകളുടെ എണ്ണം 14.24 കോടി പിന്നിട്ടു. നിലവിലെ രോഗസ്ഥിരീകരണ നിരക്ക് 4%-ൽ താഴെയാണ്. ലോകാരോഗ്യ സംഘടന നിഷ്കർഷിച്ചതിലും 5 ഇരട്ടി പ്രതിദിന പരിശോധനകളാണ് രാജ്യത്ത് നടക്കുന്നത്. നിലവിൽ 2172 കേന്ദ്രങ്ങളിലാണ് കോവിഡ് പരിശോധനാ സൌകര്യമുള്ളത്. തമിഴ്നാട്ടിൽ 1411 പേർ കൂടി സുഖം പ്രാപിച്ചതോടെ കോവിഡ്-19 ബാധിതരുടെ എണ്ണം 10,980 കുറഞ്ഞു. കർണാടകത്തിൽ ചികിത്സയിലുള്ളത് 23,709 പേരാണ്. മരണസംഖ്യ 11,792. കർണാടകത്തിലെ ആകെ രോഗമുക്തർ 8,50,707 പേരാണ്. ഹിമാചൽ പ്രദേശിൽ കോവിഡ് മരണസംഖ്യ 656 രോഗമുക്തരുടെ എണ്ണം 32,309. ബോളിവുഡ് നടനും ഗുരുദാസ്പൂരിൽ നിന്നുള്ള BJP MPയുമായ സണ്ണി ഡിയോളിന് കോവിഡ് സ്ഥിരീകരിച്ചു. മണാലിയിൽ കഴിഞ്ഞിരുന്ന താരം മുംബൈയിലേക്ക് മടങ്ങാൻ ഒരുങ്ങുന്നതിനിടെയാണ് രോഗം സ്ഥിരീകരിച്ചത്. താനുമായി സമ്പർക്കത്തിൽ വന്ന എല്ലാവരും കോവിഡ് പരിശോധന നടത്തണമെന്ന് താരം സമൂഹമാധ്യമത്തിലൂടെ അഭ്യർത്ഥിച്ചു. കോവിഡ് പ്രതിരോധ മരുന്നിന്റെ വികസനം, ഉത്പാദനം, വിതരണം എന്നിവയിൽ നിർണായക പങ്കുവഹിക്കാനുള്ള നടപടികളാണ് ഇന്ത്യയിൽ പുരോഗമിക്കുന്നത്. ഇന്ത്യയെ ലോകത്തിന്റെ ഔഷധശാലയാക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശാസ്ത്രജ്ഞർക്ക് പ്രചോദനമേകുന്നുവെന്ന് ഗുജറാത്തിലെ ഒരു ദിനപത്രം ലേഖനത്തിൽ കുറിച്ചു. ലോകത്തിലെ മറ്റു രാഷ്ട്രങ്ങളെക്കാൾ മികച്ച രീതിയിലാണ് ഇന്ത്യ കോവിഡിനെതിരെ പോരാടിയത്. ദശലക്ഷം പേരിലെ രോഗികളുടെ എണ്ണവും മരണവും മറ്റു രാജ്യങ്ങളിലേക്കാൾ ഇന്ത്യയിൽ കുറവാണ്. നവംബർ 28ലെ കണക്കുപ്രകാരം 10 ലക്ഷം പേരിൽ 6,733 പേർക്ക് മാത്രമാണ് ഇന്ത്യയിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. ലോകത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 6,42,00,000-ലേക്ക്. ഇതുവരെ 4,45,00,000-ഓളം പേർ രോഗമുക്തി നേടി. 14,87,000 പേരാണ് രോഗബാധയെ തുടർന്ന് മരിച്ചത്. 1,82,00,000-ലധികം പേരാണ് ലോകത്താകമാനം ചികിത്സയിൽ കഴിയുന്നത്. കോവിഡ് ബാധിച്ച് കേരളത്തിൽ ഇപ്പോൾ ചികിത്സയിലുള്ളത് 61,092 പേരാണ്. ഇന്നലെ 6,151 പേർക്ക് രോഗം ഭേദമായപ്പോൾ 5,375 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു.
സ്ഥിരീകരണ നിരക്ക് 9.14% കുറഞ്ഞു. കേരളത്തിലെ കോവിഡ് മരണസംഖ്യ 2270 ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സംവരണ നയം മുറുക്കെ പിടിക്കുന്നതാണ് 2020-ലെ ദേശീയ വിദ്യാഭ്യാസ നയമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊക്രിയാൽ നിഷാങ്ക്. ഇത് സംബന്ധിച്ച മാധ്യമ വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ വിദ്യാഭ്യാസ നയം വിദ്യാഭ്യാസ മേഖലയിലെ സംവരണത്തിൽ കുറവ് വരുത്തുന്നതാണെന്ന് ചില രാഷ്ട്രീയ നേതാക്കൾ എഴുതിയ ലേഖനങ്ങളിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നതായി അദ്ദേഹം പറഞ്ഞു. പുതിയ നയം നിലവിൽ വന്നതിന് ശേഷം നീറ്റ്, UGC നെറ്റ്, ഇഗ്നോ, JEE തുടങ്ങിയ വിവിധ പ്രവേശന പരീക്ഷകൾ നടത്തി. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒട്ടനേകം നിയമനങ്ങളും നടത്തിയെങ്കിലും സംവരണ വ്യവസ്ഥ ലംഘിച്ചതിന് എതിരെ ഒരു പരാതി പോലും സർക്കാരിന് ലഭിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിലും രാജ്യത്തെ പാവപ്പെട്ടവർക്കും കർഷകർക്കും വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത് നിരവധി ക്ഷേമ പദ്ധതികൾ. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജനയ്ക്ക് കീഴിൽ മാത്രം 1,70,000 കോടി രൂപയുടെ സഹായമാണ് ലഭ്യമാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ജോസ്ന. കോവിഡ് വ്യാപനവും അനുബന്ധ ലോക്ഡൌണും ദുരിതത്തിലാക്കിയ രാജ്യത്തെ പാവപ്പെട്ടവരുടെ ജീവിതം പുനഃസ്ഥാപിക്കുന്നതിനാണ് കേന്ദ്രം പരിഗണന നൽകിയത്. വിവിധ തരം വായ്പാ കടാശ്വാസ പദ്ധതികൾ അടിയന്തരമായി പ്രഖ്യാപിച്ചു. ഗരീബ് കല്യാൺ അന്ന യോജനയ്ക്ക് കീഴിൽ മുതിർന്ന പൌരന്മാർക്കും വനിതകൾക്കും പാവപ്പെട്ടവർക്കും ഉൾപ്പെടെ 80 കോടി ആളുകൾക്ക് സൌജന്യ ഭക്ഷ്യധാന്യങ്ങളും കഴിഞ്ഞ 9 മാസത്തിനുള്ളിൽ ലഭ്യമാക്കി. ഇതിനു പുറമെ 42 കോടി പാവപ്പെട്ടവർക്ക് 68,820 കോടി രൂപയുടെ ധനസഹായവും നൽകി. PM കിസാൻ പദ്ധതിക്ക് കീഴിൽ രാജ്യത്തെ 9 കോടി കർഷകർക്കായി 17,900 കോടി രൂപ അക്കൌണ്ടുകളിലേക്ക് നേരിട്ട് കൈമാറ്റം ചെയ്തു. ജൻധൻ അക്കൌണ്ട് ഉടമകളായ 20 കോടിയോളം സ്ത്രീകൾക്ക് 31,000 കോടിയും വയോധികർ, വിധവകൾ തുടങ്ങി 2,81 ലക്ഷം പേർക്ക് 2,814 കോടിയുടെ ധനസഹായവും ലഭ്യമാക്കി. ഉജ്ജ്വല പദ്ധതിയുടെ കീഴിൽ പാവപ്പെട്ടവർക്ക് 13 കോടി പാചകവാതക സിലിണ്ടറുകൾ സൌജന്യമായി വിതരണം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുടെ ദക്ഷിണ തീരങ്ങളിൽ ചുഴലിക്കാറ്റ് സാധ്യത എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ബുറേവി ചുഴലിക്കാറ്റ് മറ്റന്നാളോടെ തിരുവനന്തപുരം ജില്ലയിലൂടെ കടന്നുപോകാനിടയുണ്ടെന്ന് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ കേരള തീരത്ത് നിന്ന് കടലിൽ പോകുന്നതിന് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റന്നാൾ വരെ കേരളത്തിൽ പലയിടത്തും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇന്ന് ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം. ഭോപ്പാൽ വാതക ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവരുടെ സ്മരണ മുൻനിർത്തിയാണ് എല്ലാ വർഷവും ഡിസംബർ 2 ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനമായി ആചരിക്കുന്നത്. ശുദ്ധമായ വായുവും ജലവുമാണ് മനുഷ്യരാശിക്ക് ലഭ്യമായ ഏറ്റവും വിലയേറിയ വിഭവങ്ങളെന്നും സുസ്ഥിരവും പ്രകൃതി സൌഹൃദവുമായ ഒരു വളർച്ചയ്ക്ക് മോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും കേന്ദ്രമന്ത്രി ഹർഷവർദ്ധൻ അഭിപ്രായപ്പെട്ടു. ഇന്ത്യയ്ക്കെതിരായ 3ാം ഏകദിനത്തിൽ ഓസ്ട്രേലിയയ്ക്ക് 303 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടിയ ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ 50 ഓവറിൽ 5 വിക്കറ്റിന് 302 റൺസ് എടുത്തു. ആദ്യ 2 മത്സരങ്ങൾ വിജയിച്ച ഓസ്ട്രേലിയ പരമ്പര നേടിയിരുന്നു. 2ാം മത്സരത്തിൽ പരിക്കേറ്റ ഡേവിഡ് വാർണർ, പാറ്റ് കമിൻസ് എന്നിവർ ഇല്ലാതെയാണ് ഇന്ന് ഓസ്ട്രേലിയ മത്സരത്തിനിറങ്ങിയത്. ഇന്ത്യയ്ക്ക് വേണ്ടി ബൌളർ ടി നടരാജൻ ഏകദിനത്തിൽ അരങ്ങേറ്റം കുറിച്ചു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് ഹൈദരാബാദ് FC ജംഷഡ്പൂരിനെ നേരിടും. ഗോവയിൽ രാത്രി 7:30-ക്കാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ സിറ്റി FC എതിരില്ലാത്ത 3 ഗോളിന് ഈസ്റ്റ് ബംഗാളിനെ തോൽപ്പിച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണിയിൽ ഇന്ന് നഷ്ടത്തോടെ തുടക്കം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 139 പോയിന്റ് താഴ്ന്ന് 44,515-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 20 പോയിന്റ് നഷ്ടത്തിൽ 13,087-ലുമാണ് വ്യാപാരം നടക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ഊർജ്ജ മേഖലയിലെ വിപ്ലവകരമായ മാറ്റങ്ങൾ സ്വയം പര്യാപ്തതയ്ക്കും തൊഴിലവസരങ്ങൾക്കും വഴിതെളിക്കുമെന്ന് പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഡൽഹിയിൽ പ്രക്ഷോഭം നടത്തുന്ന കർഷകരുമായി കേന്ദ്രം നാളെ വീണ്ടും ചർച്ച നടത്തും. ആഗോളതലത്തിൽ കോവിഡ് മരണനിരക്ക് കുറഞ്ഞ രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ തുടരുന്നു. ബുറേവി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ കേരള, തമിഴ്നാട് തീരങ്ങളിൽ കനത്ത ജാഗ്രത. 3ാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് 303 റൺസ് വിജയലക്ഷ്യം. ISL ഫുട്ബോളിൽ ഇന്ന് ഹൈദരാബാദ് ജംഷഡ്പൂർ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടാതെ കൂടുതൽ വാർത്തകൾക്കായി @AllIndia Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും
@AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം 6:30-ന്.